CP അണ്ണന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ശമ്പളമൊക്കെ കൂട്ടി തരാൻ. തോന്നിയവാസം കാണിച്ച ചവിട്ടിനെ കീലുപാട്ടക്കകത്ത് കയറ്റിക്കളയും. പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് എത്തിയോക്കും അല്ലടാ തണ്ടി. പെണ്ണാണെന്ന് അറിയാൻ നോക്കിയപ്പോഴാണ് CP അണ്ണ. മിണ്ടിപ്പോരുത്. കൂലിക്ക് കൈ നീട്ടി നീ ഇനി എന്റെ അടുത്ത് വരും. സെക്ഷനുകൾ കാണിക്കേണ്ട സ്ഥലങ്ങളാണ് അത്. 2000 ഉണ്ട്. റേഷൻ കടക്കാരൻ സാമുവിന്റെ കടം വാങ്ങിച്ചാണ്. വെള്ളിയാഴ്ച തിരിച്ചു കൊടുക്കണം. എന്റെ ഗോവി. അറിഞ്ഞോ, പുതിയ മുനിസിപ്പൽ കമ്മീഷണർ ചാർജ് എടുത്തു. എങ്കിൽ ആശ്വാസമായി. ഏതെങ്കിലും കാലമാടന്മാര് എന്നെ പറ്റി പരദൂഷണം പറയുന്നതിന് മുമ്പ് ഞാൻ പോയൊന്ന് കണ്ടേച്ചു വിടാം. റാസ്കോൾ. പാവം. ശാപമോക്ഷം കാത്തു കിടക്കുകയാണല്ലേ. ജപ്തി ചെയ്ത് എനിക്ക് നിന്നെ കിട്ടിയാൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. കടം ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ നിന്നെ വിൽക്കുകയില്ല. കോൺട്രാക്ടർ CP നായരുടെ റോഡ് റോളർ എന്ന ബഹുമാനത്തോടെ ആളുകൾ നിന്നെ നോക്കും. ശരി, ഞാൻ കമ്മീഷണറെ ഒന്ന് കണ്ടിട്ട് വരാം. CP സാറേ, പുതിയ കമ്മീഷണർ അന്വേഷിച്ചിരുന്നു. ഞാൻ കാണാൻ ഇറങ്ങിയതാ. എന്നെ പറ്റി വല്ലതും ചോദിച്ചോ? അല്ല, പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഫയലുകളൊക്കെ ഒന്ന് പരിശോധിച്ചോണ്ടിരിക്കുക. അഥവാ എന്തെങ്കിലും ചോദിച്ചാലും നല്ല അഭിപ്രായം പറഞ്ഞേക്കണം. അത് ഞാൻ ഏറ്റു സാറേ. ഇപ്പൊ ഒന്ന് കാണാൻ നോക്കൂ. കാണാൻ നീ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാടേ ഭാസ്കര. അയ്യോ അയ്യോ. എന്താ CP ഇവിടെ? വെറുതെ ഒരു സിനിമ കാണാൻ ഇറങ്ങിയതാ. CP സാറേ, ചെല്ലാൻ പറഞ്ഞു. കോൺട്രാക്ടർ CP നായർ. മിസ്റ്റർ നായർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 40-ലേറെ കൊല്ലങ്ങളായെന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ദാരിദ്ര്യരേഖയ്ക്കും എത്രയോ താഴെ കോടിക്കണക്കിന് ജീവച്ഛവങ്ങൾ പാർക്കുന്ന നാടാണിത്. ഓരോ വ്യക്തിയും അവന്റെ നാടിനു വേണ്ടി പലതും സംഭാവന ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ക്ഷുദ്രശക്തികൾ പുരോഗതിയെ പുറകോട്ട് വലിക്കുകയാണ്. ഇവിടുത്തെ റോഡുകൾ, കെട്ടിടങ്ങൾ ഇവയൊന്നും നിങ്ങൾക്ക് കീശ വീർപ്പിക്കാനുള്ള ഉപാധികളല്ല. മിസ്റ്റർ നായർക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. ഞാൻ ഇരുന്നോളാം. മാഡം നിർത്തണ്ട, പറഞ്ഞോളൂ. MG റോഡിൽ, കാനായി റോഡിൽ, സ്റ്റേഷൻ റോഡിൽ നിങ്ങൾ 3 കലുങ്കുകൾ പണിത് ഏതോ എഞ്ചിനീയറുടെ സഹായത്തോടെ ബില്ലെഴുതി ചെക്ക് വാങ്ങി. അത് മാറുന്നതിന് മുൻപ് ഭാരം കയറ്റിയ ഒരു ലോറിയോടൊപ്പം MG റോഡിലെ കലുങ്ക് നിലംപൊത്തി. അതിനെ തുടർന്ന് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. കോടതിയിൽ നിങ്ങൾ ജയിച്ചേക്കാം. റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി വന്നേക്കാം. പക്ഷേ മനസാക്ഷി കുത്തില്ലാതെ നിങ്ങൾക്ക് ജപ്തി നടത്താൻ ഒക്കുവോ? പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മാഡം ഈ പോസ്റ്റിലായിട്ട് എത്ര നാളായി? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇല്ല, പക്ഷെ സംസാരം കേട്ടിട്ട് ഈ ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിച്ചു കളയുമെന്ന് തോന്നുന്നു. അനുഭവജ്ഞാനമുള്ളവർ ഇങ്ങനെ ഏകപക്ഷീയമായി സംസാരിക്കയില്ല. മാഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു മുനിസിപ്പൽ കമ്മീഷൻ എന്ന് പറയുന്ന ആൾ പ്രത്യേകിച്ച് ആരുമല്ല. ഒരു കലുങ്ക് നിർമ്മിക്കാൻ 1 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൽ 65,000 രൂപ മറ്റു വഴികളിലായി ചെലവാകുന്നു. 35% രാഷ്ട്ര പുനർനിർമ്മാണമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന കാര്യം സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. സത്യസന്ധനായ ഒരു കോൺട്രാക്ട് ഇവിടെ പിച്ചപ്പാളെടുക്കും. ടെൻഡർ കിട്ടുന്ന മുതൽ പണി കഴിഞ്ഞ് ബില്ല് എഴുതി ചെക്ക് കിട്ടുന്നവരെ ആരുടെയൊക്കെ പോക്കറ്റുകളിൽ എത്ര രൂപ എണ്ണി കൊടുക്കണം എന്ന് ഒരുപക്ഷെ മാഡത്തിന് അറിയില്ലായിരിക്കും. ഒരു പൗരന്റെ കടമകളെ കുറിച്ച് എന്നെ അല്ല പഠിപ്പിക്കേണ്ടത്. ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ കൊട്ടാരത്തിൽ വിളിച്ചു കഴിയുന്ന ചില ആൾക്കാരുണ്ട്. അവരെ പോയി പഠിപ്പിച്ചാൽ മതി. പക്ഷെ അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളുടെ കസേരയ്ക്ക് അതിനുള്ള കഴിവില്ല. മിസ്റ്റർ നായർ, സത്യമാണ് പറയുന്നത്. കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രലോഭിപ്പിച്ച് വീഴ്ത്തുന്നത് നിങ്ങളെ പോലുള്ളവരല്ലേ? എങ്കിൽ പ്രലോഭനത്തിൽ വീഴാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ചെയ്ത പല വർക്കുകളുടെ ഹിസ്റ്ററി മോശമാണ്. മുനിസിപ്പാലിറ്റി ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ജപ്തിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. എങ്കിൽ എന്റെ ചെക്ക് പാസ്സാക്കി തരൂ. അതിന് സമയമെടുക്കും. എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ? ജപ്തി ചെയ്താൽ ഭീഷണി വേണ്ട. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ കുറ്റം പറയുന്നു. പക്ഷേ
അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിങ്ങൾ എപ്പോഴാണ് വീണത്? വലിയ ആദർശശാലി ആയിരുന്നല്ലോ നിങ്ങൾ. ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി മരിച്ചു? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ കോളേജിന് ഒരു പാരമ്പര്യമുണ്ട്. അനാവശ്യമായ സമരങ്ങൾ നടത്തി ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കാറില്ല. ഈ സമരം ബസ്സിന് കല്ലെറിയാനുള്ള ഒരു സമരമല്ല, പൊതുമുതൽ നശിപ്പിക്കാനുള്ള ഒരു സമരമല്ല. നമ്മൾ മുറുകെ പിടിക്കുന്ന ചില മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആദർശപരമായ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഈ സമരം. കഴിവും ആത്മാർത്ഥതയുമുള്ള ഒരു വിദ്യാർത്ഥി പുറത്തു നിൽക്കുമ്പോൾ പണമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരാളും അകത്ത് പ്രവേശിച്ചുകൂടാ. മാനേജ്മെന്റ് കോട്ടയിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മീൻ മാർക്കറ്റിനെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വിലപേശലിലൂടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടും വരെ സന്ധിയില്ലാത്തൊരു സമരത്തിന് തയ്യാറാകുക, ക്ലാസുകൾ ബഹിഷ്കരിക്കുക, വിജ്ഞാനത്തിന്റെ അറിവിന്റെ വെളിച്ചം നിഷേധിക്കുന്ന വൈതാളികന്മാരെ ഒറ്റപ്പെടുത്തുക. ഇൻക്വിലാബ് സിന്ദാബാദ്! വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! പാവപ്പെട്ടവർക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കാതിരിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! മാനേജ്മെന്റിന്റെ പണക്കൊരി അവസാനിപ്പിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! വിദ്യാർത്ഥികളെ മെറിറ്റ് കോഡ് കൊണ്ട് അളക്കാതിരിക്കുക. സി പവിത്രൻ സിന്ദാബാദ്! നാളെ നമ്മളൊക്കെ കുറച്ച് നേരത്തെ എത്തണം. ഏത് സമരത്തിലും കുറെ കരിങ്കാലികൾ കാണുമല്ലോ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സമരം ചെയ്ത ശിക്ഷിക്കുമെന്ന് ഭീഷണിയുണ്ട്. പ്രിൻസിപ്പലിന് അങ്ങനെ പറയാതിരിക്കാനൊക്കെ ഇല്ല. പക്ഷെ എനിക്കറിയാം, ആശയപരമായി അതേ നമ്മുടെ കൂടെയാണ്. ഈ തിരക്കിന്റെ ഇടയിൽ തന്നെ വേണോ നാളത്തെ കാര്യങ്ങള്? കാലത്തിങ്ങി വന്നാ മതി. ഞാൻ പെൺകുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ. നടക്കട്ടെ നടക്കട്ടെ. ശരി, ഞാൻ വരാം. ആയിക്കോട്ടെ മോളെ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? കണ്ണു കണ്ടാൽ അറിയാം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലെന്ന്. എന്നുവെച്ചാ ബൈഹാർട്ട് പഠിച്ച് പ്രസംഗിക്കാൻ ആർക്കാ വയ്യ? ബൈഹാർട്ട് പഠിച്ച് താൻ നാളെ ഇങ്ങ് വാ, ഒന്ന് പ്രസംഗിച്ച് നോക്കാം. ഇത് വേണോ? എനിക്ക് നേതാവാകാൻ കൊതിയില്ലല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് കൊതിയുണ്ടെന്ന് അല്ലേ? സത്യമായിട്ടില്ല രാധേ, ഒരു രാഷ്ട്രീയ നേതാവായി രാധയ്ക്ക് ഒരിക്കലും എന്നെ കാണാൻ കഴിയില്ല. പക്ഷെ സത്യവും നീതിയും സംരക്ഷിക്കുന്നതിനുള്ള തുറകളിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. അതുപോട്ടെ, ഈ സമരം ഒരു ഒത്തുതീർപ്പാകുന്നവരെ രാധ കോളേജിലേക്ക് വരണ്ട. മറ്റു പെൺകുട്ടികളെ കൂടെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ജോലി രാധ ഏറ്റെടുക്കണം. ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ആയിരിക്കാം, എങ്കിലും ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി മിക്ക കോളേജ് സമരവും പൊളിക്കുന്ന ഈ പെമ്പിള്ളാരാ. സമരത്തിൽ നിന്ന് മാറിയിരിക്കുന്നത് പെമ്പിള്ളാർക്ക് ഒരു ഫാഷനാ. രാധ വരരുത് എന്ന് മാത്രമല്ല, കൂട്ടുകാരികളെ കൂടെ തടയണം. ഒരു 10 മിനിറ്റ് സ്വൈരമായിട്ട് സംസാരിക്കാൻ യുവമാര് സമ്മതിക്കില്ല. എന്തായി? സെക്കൻഡ് ബി കോങ്കരെ ഉടക്കാൻ അവരെ നമുക്ക് ഇറക്കണം. ബഹളത്തിനൊന്നും പോണ്ട. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? 50-50. അയ്യോ, അത് പോരല്ലോ. ഒരു കുഴപ്പമുണ്ടാക്കാതെ സമരം വിജയിപ്പിക്കാൻ പാടാണ് പവിത്ര. ഒരു 5-6 കല്ലെങ്കിലും എറിഞ്ഞില്ലെങ്കിൽ സമരം പൊളിയും. കല്ലേറിയാന്നൊക്കെ പറഞ്ഞ പവിത്ര, രാധയും കൂട്ടുകാരും ക്ലാസ്സിൽ കയറി പവിക്കാൻ എന്റെ ക്ഷീണം. ഇല്ല, രാധ കയറില്ല. രാധേ, ഞാൻ ഇന്നലെ വിശദമായി പറഞ്ഞതല്ലേ? അയ്യോ, അച്ഛനെന്നെ കൊല്ലും. രാധ ക്ലാസ്സിൽ കയറരുത്. ഈ കോളേജിൽ എല്ലാവർക്കും അറിയാം നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഇൻസൾട്ട് ആയിട്ട് എടുക്കണ്ട. ചിലർക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, ചിലർക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെന്ന് കരുതിയാ മതി. അടുത്ത മാസം പരീക്ഷ വരുമ്പോ നിങ്ങൾ സമരക്കാർ വന്ന് എഴുതി തരും. രാധ, ഈ സമരം ഒരു ആദർശത്തിന്റെ. എന്ത് ആദർശം? രാധ, ഞാനാ പറയുന്നത്. എനിക്ക് പഠിക്കണം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കയറരുത്. അനുസരിക്കില്ലല്ലേ? ഞാനൊരാൾ ആദർശശാലിയായെന്ന് വെച്ച് ഈ രാജ്യം നന്നാവില്ല. ഒരുപാട് പേർ ചിന്തിക്കുന്നത് ഇതുപോലെയാണ്. മിസ്റ്റർ നായർ, പൊതുമുതൽ നശിപ്പിക്കില്ലെന്ന് വീമ്പിളക്കിയ നിങ്ങൾ അതാണിപ്പോ ചെയ്യുന്നത്. പട്ടിണിക്കാരന്റെ അസ്ഥിക്ക് മുകളിലാണ് നിങ്ങൾ നിങ്ങളുടെ ബംഗ്ലാവ് പണിയുന്നത്. എനിക്ക് ബംഗ്ലാവൊന്നും പണിയണ്ട. പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ജീവിക്കാൻ ഒരുപാട് പണികൾ വേറെയും ചെയ്യാം. ആരോഗ്യമുള്ള സ്ഥിതിക്ക് കിളയ്ക്കാൻ പോവാം, വാഴ നടാം, മീൻ കച്ചവടം ചെയ്യാം. Mind your words, Mr. ഈ കസേരയുടെ അധികാരം ഉപയോഗിച്ച് എന്നെ ഹരാസ് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ. അങ്ങനെ തോറ്റ് പിന്മാറാൻ പവിത്രൻ തീരുമാനിച്ചിട്ടില്ല. അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ ഈ ജപ്തി ഞാൻ നടത്തും. എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ പകരം ചോദിക്കും. ഈ മുനിസിപ്പാലിറ്റി ഞാൻ കുളം തോണ്ടും. ശരി, കാണാം. ഓ, ധാരാളം കാണാം. കാണാം. ആഹാ.